ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഒഫീഷ്യലി സോണി യൂട്യൂബ് ചാനൽ. അപ്പോൾ അതെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെയിൽ പോളിഷ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതാണ് ഈ വീഡിയോ. ആദ്യം തന്നെ ബേസ് കോട്ടായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ നെയിലൊക്കെ നല്ല ക്ലിയർ ആൻഡ് നീറ്റായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നെയിലൊക്കെ നല്ല ഷേപ്പായിട്ടുണ്ടാവണം കേട്ടോ. ഈ ഒരു കളറാണ് ഞാൻ എൻ്റെ നെയിലിൽ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. ബേസ് കോട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കളേർഡ് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങുക, എന്നിട്ട് രണ്ട് സൈഡിലും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്. സെൻറ്ററിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് രണ്ട് സൈഡും അടിച്ചു കൊടുക്കുക. പിന്നെ കളറ് ചേരാത്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് നെയിൽ പോളിഷ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് കോട്ട് അടിക്കേണ്ടവർക്ക് സെക്കൻഡ് കോട്ടും അടിക്കാം. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാവോ എന്ന്. ഞാൻ ചെയ്യാം കേട്ടോ, സമയം കിട്ടുമ്പോൾ. ഞാൻ ഓഫീസിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് എത്തുമ്പോൾ ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ ഈ പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാൻ ടൈം കിട്ടാറില്ല. അത് നല്ല ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.